എല്ലാവർക്കും SPB 20 വേൾഡിലേക്ക് സ്വാഗതം. അപ്പം ഇനി നമുക്ക് ചായ കുടിച്ചാലോ? ഇന്നലെ ഉണ്ടാക്കിയ ഉണ്ണിയപ്പം ഉണ്ട്. അപ്പോൾ ഉണ്ണിയപ്പം ബിസ്ക്കറ്റും കൂടിയാണ് നമ്മൾ കുടിക്കുന്നത്. ചായ എല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീടെല്ലാം അടിച്ച് വൃത്തിയാക്കണം. ഒരുപാട് ചവറ് വീണെടുക്കുന്നുണ്ട്. അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം വേണം നമുക്ക് കാലത്തെ പരിപാടിയിലേക്ക് കടക്കാനായിട്ട്. ഇന്ന് നമ്മുടെ കറി എന്ന് പറയുന്നത് ബീട്രൂട്ടും നേന്ത്രക്കായും ചെറുതായി അരിഞ്ഞതാണ്. ഒരു ഉപ്പേരി കറി ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കാലത്ത് ഉപ്പേരി കറിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഒരു മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. മാങ്ങ നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഉള്ളവരുണ്ട്. മാങ്ങയ്ക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അപ്പം ഇന്നത്തെ നമ്മുടെ കാലത്തെ ചോറെന്ന് ചോറും പിന്നെ ബീട്രൂട്ട് കറിയും മാങ്ങ ചമ്മന്തിയും ആണ് നമ്മുടെ ഇന്നത്തെ കറി. ഇത് സപ്പോട്ടയാണ്. ഒരു 5-6 വർഷം മുമ്പ് കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാണ്. ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇതിൽ സപ്പോട്ട ഉണ്ടായേക്കുന്നത്. സപ്പോട്ട നല്ല രസം, നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സപ്പോട്ട ഞങ്ങളുടെ നാട്ടിൽ ഇതിന് സപ്പോട്ട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പേര് വിളിക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ അപ്പോൾ എനിക്കും കൂടി അറിയാമല്ലോ ഇതിന് എന്തൊക്കെ പേരുകളുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്യണേ. പിന്നെ ഇത് പൂവൊക്കെ നന്നായി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കാലത്തെ പരിപാടികൾ തുടങ്ങാം. ഉച്ചയ്ക്ക് നമ്മൾ സാമ്പാറാണ് ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ചൂടുള്ള സാമ്പാറാണ്. ഇപ്പോൾ തന്നെ അടുപ്പത്തു നിന്ന് ഇറക്കിയിട്ടുള്ളൂ. നല്ല അടിപൊളി സാമ്പാറാണ് ഇത്. ഉച്ചക്കാലത്തെ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് ചോറും സാമ്പാറും ബീട്രൂട്ട് കറിയും മാങ്ങാ ചമ്മന്തിയാണ്. എനിക്ക് ഒരു സ്ഥലം വരെ പോകണം. ഞാൻ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ പോയി അവിടെയെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്ന് എനിക്ക് ചീത്തയൊക്കെ എന്തെങ്കിലും മേടിച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഉണ്ടംപൊരിയാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഇത് കഴിച്ച് ഞാനും ചായ കുടിക്കുകയാണ്. ഇത് ഞങ്ങളുടെ തോട്ടത്തിലെ കൊള്ളി നട്ടേക്കുന്നതാണ്. കൊള്ളി തണ്ട് നട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് വലുതായി വരുമ്പോൾ ആ വീഡിയോസൊക്കെ ഞങ്ങൾ ഇടും. അപ്പോൾ എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ലൈക്കും ചെയ്യണം.